ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാനുള്ളത് മയിൽ ഗ്രാമപഞ്ചായത്തിലെ പെരുമാച്ചേരി എന്ന സ്ഥലത്താണുള്ളത്. അതായത് ഈ കാണുന്നത് വയലോര പ്രദേശമാണ്. രണ്ടാംവള നെൽകൃഷിയുടെ ഭാഗമായിട്ടുള്ള നെല്ലുകൾ ഇങ്ങനെ പൊന്തി വരുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. അതിനോട് ചേർന്നിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ പ്രപഞ്ചം, ഈ പ്രകൃതി എത്രമാത്രം മലിനീകരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഞാനിവിടെ അപ്രതീക്ഷിതമായി വന്നതാണ്. വന്നപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ആവശ്യം ഞാനിവിടെ വന്നതാണ്. അപ്പോൾ ഇവിടെ എത്തപ്പെട്ടപ്പോഴുള്ള ഒരു ചെറിയ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ലക്ഷ്യം. അതിലേക്ക് ഞാൻ ശ്രദ്ധ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ കാണുന്ന വയലിനോട് ചേർന്നിട്ടുള്ള ശുദ്ധമായ ഒരു അരുവിയാണ്. എത്രയോ മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളുമുള്ള ശുദ്ധമായ ഒരു അരുവിയാണിത്. ഈ അരുവിയിൽ തന്നെ ഈ കാണുന്ന രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതായത് നമ്മളെ വീടുകളിൽ നിന്ന് പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് ഈ കാണുന്നത്. കാണുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, ഇത്രപാട് മാലിന്യങ്ങൾ ഇതിൽ വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. ഇത് ഏകദേശം ഒരു 20 മീറ്റർ, കാട് പിടിച്ചതുകൊണ്ട് എനിക്ക് നിങ്ങളെ വ്യക്തമായി കാഴ്ച കാണിക്കാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 25 മീറ്റർ ദൂരത്തിലോളം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വന്നടിഞ്ഞിട്ടുണ്ട്. ഇത് ഈ കഴിഞ്ഞ മഴക്കാലത്ത് വന്നതാണെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ അടുത്ത മഴ വരെ ഇത് ഇങ്ങനെ കിടക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾ അധികാരികളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇത് ഇവിടുന്ന് എടുത്ത് മറ്റ് ആക്രി കടകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സഹായം വളരെ അനിവാര്യമാണ് സുഹൃത്തുക്കളെ. എത്രയോ മത്സ്യങ്ങളും ജൈവസമ്പത്തുമുള്ള ഒരു സ്ഥലമാണിത്. നിലവിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ മത്സ്യങ്ങളും തനതായ ജീവജാലങ്ങളും ആമ പോലെയുള്ള ഞണ്ട് പോലെയുള്ള ജീവികൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇങ്ങനെയുള്ള ഈ വേദനാജനകമായ കാഴ്ച കാണാനിട വന്നത്. ഈ ദേശം കാട് പിടിച്ചതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. ഇത്രപാട് ഇവിടെ കൂടിയിട്ടുണ്ട്. ഇത് ഇവിടെ എത്താനുണ്ടായ സാഹചര്യവും അത് കറക്റ്റ് നമ്മൾ ഈ ബോട്ടിലുകൾ ഉപയോഗിച്ച ശേഷം അത് കൃത്യമായ സ്ഥലങ്ങളിൽ അത് ഉപേക്ഷിക്കാതെ വലിച്ചെറിയുന്നതിൻ്റെയും ഭീകരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് എത്തേണ്ടവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.